ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. മിസ്സിന്റെ പേര് ശ്രീഭാമ. മക്കളെ സ്നേഹത്തോടെ SB മിസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ മക്കൾക്ക് ബേസിക് സയൻസ് എക്സാമിങ് അടുത്തെത്തിയല്ലേ, ഇനി ദിവസങ്ങളൊന്നും മക്കളുടെ മുമ്പിൽ ബാക്കിയില്ല. അപ്പൊ മക്കൾക്ക് വേണ്ടി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ബേസിക് സയൻസിലെ ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സാമിന് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോർഷൻസും ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് ഇന്ന് മക്കളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക, ഏതാണ് ക്വസ്റ്റ്യൻസ് എന്നും എന്തൊക്കെയാണ് പോർഷൻസ് എന്നും വളരെ ശ്രദ്ധിച്ചു തന്നെ കേൾക്കാട്ടോ. അപ്പൊ ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യമാണ്. എ പ്ലാന്റ് ഇൻ വിച്ച് പോളിനേഷൻ ടേക്ക് പ്ലേസ് ബൈ ദ പോളിനേറ്റിംഗ് ഏജന്റ്. ഏത് പോളിനേറ്റിംഗ് ഏജന്റ് ആണ്? റെയിൻ വാട്ടർ ആണ് അല്ലെ. അപ്പൊ റെയിൻ അഥവാ വാട്ടറിൽ വഴി പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് പോളിനേഷൻ നടത്തുന്ന ആള് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അത് ഏതാണ്? പെപ്പറാണ്, കുരുമുളകാണെന്ന് നമുക്കറിയാം അല്ലെ. കുരുമുളകിന്റെ കേസില് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് മക്കളെ? പോളിനേറ്റിംഗ് ഏജന്റ് ആരാണ്? വാട്ടർ ആണ്. കാരണം നമ്മള് വീട് മുറ്റത്ത് കുരുമുളക് ചെടി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, രാവിലെ ആയിക്കഴിഞ്ഞാൽ അവിടെ മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ ജലം നിൽക്കുന്നത് കാണാൻ പറ്റും. എന്താ അതിന്റെ റീസൺ? അത് പോളിനേറ്റിംഗ് ഏജന്റ് ആണ്. പരാഗണകാരി എന്ന് പറയുന്നത് ജലമാണ് കുരുമുളകിന്റെ കേസിൽ വരുന്നത്. അപ്പൊ പോളിനേറ്റിംഗ് ഏജന്റ് ഇൻ പെപ്പർ പ്ലാന്റ് ഇൻ വാട്ടർ. വാട്ടർ ഏതാണ്? അല്ല, വാട്ടർ ആണ് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മുടെ പെപ്പറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കാറ്റ്, ജലം എന്നിവ, വിൻഡ്, വാട്ടർ ഒക്കെ എന്താണ്? പോളിനേറ്റിംഗ് ഏജന്റ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ പോളിനേറ്റിംഗ് ഏജന്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നു. അപ്പൊ പോളിനേഷൻ ഇൻ പാഡി, വീറ്റ്, മീസ് ആൻഡ് ഷുഗർ കെയിൻ ഒക്വർ ത്രൂ വിൻഡ്. വിൻഡിലൂടെ, കാറ്റിലൂടെ പരാഗണം നടത്തുന്ന ആളുകളാണ് നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയൊക്കെ വരുന്നത് കേട്ടോ. റെഡി അല്ലേ? സിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? പ്രൊവൈഡ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവർ ഈസ്. ഒരു ഫ്ലവറിന്, ഒരു പൂവിന് നിറവും ആകർഷണവും മണവും ഒക്കെ നൽകുന്ന ഒരാളുണ്ട്. നമ്മൾ പൂവിന്റെ കുറെ പാർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പെഡിസെല്ല്, കൊറോള, അതേപോലെ ആൻഡ്രീഷൻ, ഗൈനീഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ പാർട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതാണ് ആകർഷണവും നിറവും നൽകുന്നത്? ഏതാണ് മക്കളെ? നമുക്കറിയാം കൊറോളയാണ് അഥവാ ദളമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ദളം അഥവാ കൊറോളയാണ് എന്ത്? യെസ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദളം അഥവാ കൊറോള. അപ്പൊ നമുക്കറിയാം പൂവിന്റെ ഒരു ഇതൾ അല്ലെ, ആ ഇതൾ ഭാഗം നോക്കിയാലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? അത് നല്ല ആകർഷണത്തോട് കൂടിയിട്ട് വണ്ടുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അത്രയും ഭംഗിയിലെ ചുവപ്പ്, റോസ്, മഞ്ഞ ഒക്കെ കളറിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഈസ്. ഏതാണ് ആൺലിംഗാവയവം എന്ന് പറയുന്നത്? നമുക്കറിയാം പൂക്കളിലുള്ള ആൺലിംഗാവയവം എന്ന് പറയുന്നത് കേസരപുടമാണ്, ആൻഡ്രീഷ്യമാണ്. ഇതാണ് നമ്മുടെ ആൻഡ്രീഷ്യം. നമ്മുടെ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലെ. ആൻഡ്രീഷ്യം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫിലമെന്റും, യെസ്, ഒരു ഫിലമെന്റ് ഉണ്ടാവും. അതേപോലെ ആന്തറും ഫിലമെന്റും കൂടെ കൂടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മിസ്. ആന്തർ, ഫിലമെന്റ് ഇതെല്ലാം കൂടെ കൂടിയതാണ് നമ്മുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് അല്ലേ. സിറ്റ് അല്ലേ? അപ്പൊ പെൺലിംഗാവയം ഏതായിരുന്നു? ഗൈനീഷ്യമാണ് അല്ലെ, ജനിപിടമാണ് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബൈസെക്ഷൽ ഫ്ലവർ ആൻഡ് യൂണിസെക്ഷൽ ഫ്ലവർ. ദ്വിലിംഗ പുഷ്പങ്ങളും ഏകലിംഗ പുഷ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഏകലിംഗ പുഷ്പം, എന്താണ് ദ്വിലിംഗ പുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു പൂവില് കേസരപുടവും ജനിപുടവും കാണുകയാണെങ്കിൽ, രണ്ടും ഒന്നിൽ തന്നെ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ദ്വിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. നമ്മുടെ ചെമ്പരത്തി, അപ്പൊ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ സെയിം ഫ്ലവറിൽ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയുന്നു. അപ്പൊ ചെമ്പരത്തിയുടെ കേസിൽ നമുക്കറിയാം ആൻഡ്രീഷ്യവുമുണ്ട്, ഗൈനീഷ്യവുമുണ്ട്, ആൻഡ്രീഷ്യവുമുണ്ട്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? അതിനെയാണ് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയാം. എക്സാമ്പിൾ, ഹൈബിസ്കസ് ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, ലേഡീസ് ഫിംഗർ ഉണ്ട്, റോസ് ഉണ്ട്, ക്ലിറ്റോറി ഉണ്ട്, ശംഖുപുഷ്പമുണ്ട്. ഇനി കേസരപുടവും ജനിപുടവും വേറെ വേറെ ആളുകളിലാണ് കാണുന്നുണ്ടെങ്കിൽ, വേറെ ഫ്ലവറിലാണ് കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിസെക്ഷൽ. ഇപ്പൊ യൂണി എന്നൊക്കെ പറയുമ്പോൾ യൂണി എന്നൊക്കെ ഉള്ളതിന്റെ ഒന്നെന്ന് ആലോചിക്കാം. അപ്പൊ ഒരു പൂവില് ഒന്നേ കാണുള്ളൂ. ഒന്നില്ലെങ്കിൽ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം, ഒന്നില്ലെങ്കിൽ ഗൈനീഷ്യം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം. അതിനെ നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നു. കുക്കുംബർ ഉണ്ട്, സ്നേക് ഗാർഡ് ഉണ്ട്, ബിറ്റർ ഗാർഡ് ഉണ്ട്, പംകിൻ ഉണ്ട്, വെള്ളരി, പടവലം, പാവൽ, മത്തനൊക്കെ എന്തിന് എക്സാമ്പിൾ ആ മക്കളെ? നമ്മുടെ യൂണിസെക്ഷൽ ഫ്ലവറിന്റെ എക്സാമ്പിൾ ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ചില പൂക്കളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കൂ. താഴെ പറയുന്നവയിൽ ഏത് പരാഗണകാരിക്കാണ് ഈ സവിശേഷതകൾ അനുയോജ്യമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പൊ ഏതാണ്? ഭാരം കുറഞ്ഞ പരാഗണ രേണുക്കളുണ്ട്, വർണ്ണഭംഗിയുള്ള പൂക്കളുണ്ട്, രാത്രിയിൽ വിരുന്ന വെളുത്ത പൂക്കൾ, ഈർപ്പത്തിലൂടെയുള്ള പരാഗണം. ഇതിൽ ഏതൊക്കെ പോർഷൻസ് ആയിട്ടാണ് വരുന്നത്? ഇപ്പൊ ജലം ഏതിലാ വരിക? നിശാശലഭം ഏതിലാ വരിക? കാറ്റ് ഏതിലാ വരിക? തേനീച്ച ഏതിലാ വരിക? പറയാം, നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഭാരം കുറഞ്ഞ പരാഗണ രേണു വരുമ്പോ ഭയങ്കര വെയിറ്റ് കുറവുള്ളതല്ലേ? അത് കാറ്റൊക്കെ വരുമ്പോഴേ ഇങ്ങനെ അടിച്ചങ്ങ് പോകുന്നത് അല്ലേ? കാറ്റ് വഴിയല്ലേ അടിച്ചു പോകുന്നത്. അതേസമയം കളർഫുൾ ഫ്ലവർ ആണെന്ന് വിചാരിക്കുക. കളർഫുൾ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹണീബി പോയി അട്രാക്ട് ചെയ്യില്ലേ? സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ തേനീച്ചയാണ്, ഹണീബി ആണെന്ന് പറയാം. വൈറ്റ് ഫ്ലവർ ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ്, നൈറ്റ് വിരിയുന്ന നിശാഗന്ധി പോലെയുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ അത് വരുന്നത് ഇതാ നിശാശലഭമാണ്, മോത്താണ് വരുന്നത്. അതേസമയത്ത് പോളിനേഷൻ ഇൻ മോയിസ്ചർ, നമ്മുടെ ഈർപ്പത്തിലാണ് പോളിനേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വാട്ടർ ആണ്, ഡ്യൂ ഡ്രോപ്സ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അത് ഫിൽ ചെയ്യുന്നത്. നമ്മൾ ഇതെന്ന് നോക്കുക, സെലക്ട് ചെയ്യുക, ഇതെന്ന് നമ്മൾ പോയിട്ട് എഴുതി വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സ്ട്രോബെറി തന്നിട്ടുണ്ട്, ചില്ലി തന്നിട്ടുണ്ട്, അടയ്ക്കാക്കുല തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളോട് ഇവിടെയുള്ളത് ഏതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലവർ ആർ സീൻ ആസ് ഇൻഫ്ലോറസൻസ്, കുലകളായിട്ട്, പൂക്കുലകൾ എന്താ കുലകളായിട്ട് കാണുന്നതാണോ? മോർ ദാൻ വൺ ഓവറി ഇൻ എ ഫ്ലവർ, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടോ? ഫ്ലവർ ആർ സീൻ വൺ ബൈ വൺ, പൂക്കൾ ഓരോന്നായി കാണുന്നു. ഇതിൽ ഏതൊക്കെയാണ് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന മക്കളെ? എന്താണ്? നമ്മുടെ സ്ട്രോബെറി ആണ്. സ്ട്രോബെറിക്ക് ഇതിൽ ഏതാ പറ്റുന്നത്? നമുക്ക് നോക്കിയാലോ. മോർ ദാൻ വൺ ഓവറി ഇൻ എ ഫ്ലവർ, ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ കാണുകയാണെങ്കിൽ അതാണ് സ്ട്രോബെറി. കാരണം സ്ട്രോബെറി നോക്കൂ, ഒരുപാട് നമുക്ക് കുഞ്ഞേതായിട്ടുള്ള എന്ത് കാണാൻ പറ്റും? ഓവറീസ് നമുക്ക് കാണാൻ പറ്റും, അണ്ടാശയം നമുക്ക് കാണാൻ പറ്റും. ഇനി ഫ്ലവർ ഇൻഫ്ലോറസൻസ് ആയിട്ട്, കുലകളായിട്ട് വരികയാണെങ്കിൽ അത് ഏതാ മക്കളെ വരിക? നമ്മുടെ അടയ്ക്കാക്കുലയാണ് അല്ലെ? ഒരുപാട് കൊലയായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് സി ആണെന്ന് പറയാം. എന്നാ ഫ്ലവേഴ്സ് ആർ സീൻ ബൈ വൺ ബൈ വൺ ആയിട്ട് കാണുന്നത്, പൂക്കൾ ഓരോന്നായിട്ട് കാണുന്നത് നമ്മുടെ ചില്ലിലെ മുളകിൽ നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കുറെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പാവൽ പൂവിനെ കുറിച്ച് എന്തെല്ലാം നിഗമനത്തിൽ നിങ്ങൾക്ക് രൂപീകരിക്കാം? അവിടെ ഒരു പാവൽ തന്നിട്ടുണ്ട്. അപ്പൊ വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി മെയ്ഡ് അബൌട്ട് ബിറ്റർ ഗോൾഡ് ഫ്ലവർ? ബിറ്റർ ഗോൾഡ് ഫ്ലവറുമായിട്ട് ഇതാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ എന്താ അതിൽ വരുന്നത് മക്കളെ? പാവലിന്റെ പൂവിൽ കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ തന്നെയാണ് കാണുന്നത്, ഒരാളിൽ തന്നെയാണ്. ഇൻ ബിറ്റർ ഗോൾഡ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ സീൻ ഇൻ ദ സെയിം ഫ്ലവറിലാണ് കാണുന്നത്. ഗൈനീഷ്യം ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട്. ഏതാണ് ഫ്രൂട്ട്? ഏതാണ് സീഡായിട്ട് മാറുന്നത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് നമ്മുടെ ജനിപുടം ഫലമായിട്ട് മാറുന്നുണ്ട്, വിത്തായിട്ട് മാറുന്നുണ്ട് അല്ലെ? ഗൈനീഷ്യം ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഫ്ലവർ ആയിട്ട് മാറുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു പാവലിന്റെ പിക്ചർ തന്നാൽ നമ്മൾ അതിൽ നിന്ന് അസ്യൂം ചെയ്യണം, നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് എഴുതണം കേട്ടോ. റെഡി അല്ലേ? സിറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബീജസങ്കലന ശേഷം പൂവിതൾ, കേസരപുടം എന്നിവ കൊഴിഞ്ഞു പോകുന്നു. പൂഞ്ഞിട്ട്, പുഷ്പാസനം, വിദളം എന്നിവ കൂടുതൽ ഉറപ്പുള്ളതാകുന്നു. എന്താണ് അതിന്റെ റീസൺ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാർട്സ് ലൈക്ക് പെറ്റൽ, ആൻഡ്രീഷ്യം എക്സെട്രാ wither and fall down after fertilization. The pedicel, thalamus and calyx become stronger ആവുന്നുണ്ട്. Explain the reason എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താ മക്കളെ അതിന്റെ റീസൺ വരുന്നത്? ഫലത്തിന്റെ ആവരണമായ ഫലകഞ്ചുകമായി തീരുന്നത് അണ്ടാശയ ഭിത്തിയാണ്. നമുക്കറിയാം നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന വോളാണ് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ ഒരു ആവരണമായിട്ട്, ഒരു ഫ്രൂട്ട്സ് കാണുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ആവരണം പോലെ കാണാറില്ലേ? അതിന്റെ ആവരണമായിട്ട് അത് ഓവറി വോൾ ഡെവലപ്പ് ഇൻറ്റു ഫ്രൂട്ട് വോൾ ആയിട്ട് മാറുന്നത് ഓവറി വോൾ ആണ്, അണ്ടാശയ ഭിത്തിയാണ്. അണ്ടങ്ങൾ എന്തായിട്ട് മാറുന്നുണ്ട്? സീഡായിട്ട്. അണ്ടങ്ങൾ സീഡായിട്ടും അതേപോലെ എന്താണ് അണ്ടാശയമാണ് നമ്മുടെ ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ വിത്തുകളായിട്ട് മാറുന്നുണ്ട്. ഈ വിത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, വിത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ ആരെങ്കിലൊക്കെ വേണ്ടേ മക്കളെ? അത് സംരക്ഷിക്കാൻ വേണ്ടി പൂഞ്ഞിട്ട്, പുഷ്പാസനം, വിദളം എന്നിവ കൂടുതൽ ഉറപ്പുള്ളതാകുന്നു. എന്ന് വെച്ചാൽ ഫോർ പ്രൊട്ടക്ടിങ് സീഡ്സ്, പെഡീസൽ, തലാമസ് ആൻഡ് കാലിക്സ് ആർ മോർ ഫേം ആൻഡ് സ്ട്രോങ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ബീജസങ്കലന ശേഷം വരുന്ന ചേഞ്ചുകളുടെ കാര്യങ്ങളാണ് വരുന്നത്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കുരുമുളക് തിരിയിടുന്നത് ഏത് കാലത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ദ സീസൺ വെൻ പേപ്പർ വൈൻ ബ്ലൂം. എപ്പോഴാണ് ചോദിച്ചാൽ നിങ്ങൾ അച്ഛനും അമ്മേനോടൊക്കെ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് അറിയാം. മക്കൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ബട്ട് നമുക്ക് എന്താണ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ മക്കൾക്ക് എഴുതാവുന്നതാണ്. അത് മെയ് ജൂൺ മാസങ്ങളിലാണ് എന്താ കുരുമുളക് തിരിയിടുക എന്ന് നമ്മൾ പറയാം അല്ലെ? കുരുമുളക് തിരിയിടുന്നത് അപ്പോഴാണ് കേട്ടോ.
സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇനി അടുത്തൊരു കാര്യം നോക്കിക്കോളൂ. ഒബ്സർവ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ബീക്സ് ഓഫ് ദ ഫ്ലവർ ദാറ്റ് സക്ക് ഹണി. നമ്മുടെ തേൻ കുടിക്കുന്ന കുഞ്ഞതായിട്ടുള്ള വണ്ടിനെ ഇവിടെ കാണുന്നുണ്ട്. എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? അതിന്റെ ചുണ്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താ? കുഞ്ഞതും കൂർത്തതും നീളമുള്ളതുമായിട്ടുള്ള ചുണ്ടാണ് അല്ലേ നമ്മുടെ ഇതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് തേൻ കുടിക്കാൻ പറ്റും. ഇവരൊരു പരാഗണകാരിയാണ്, പോളിനേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പൊ അവർക്ക് എന്താണ് പോളിനേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ കൊക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി വേണം. വലിയ ജീവിക്ക് വലിയ കൊക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ തേൻ കുടിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അപ്പൊ അതിന്റെ ബീക്കിന്റെ സ്പെഷ്യാലിറ്റി പറയുന്നത് ഷാർപ്പാണ്, അതേപോലെ ലെങ്ത് ഉള്ള എന്താ പറയാ ചുണ്ടുകളാണ് അല്ലെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പരാഗണം എന്നാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ പോളിനേഷൻ ചോദിച്ചിട്ടുണ്ട്. പരാഗിയിൽ നിന്ന് പരാഗണ രേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഫോർ പോളിനേഷൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് പോളിനേറ്റിംഗ് ഏജന്റ് അഥവാ പരാഗണകാരികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രാൻസ്ഫർ ഓഫ് പരാഗിയിൽ നിന്ന് നമ്മുടെ ആന്തർ ഉണ്ട് അല്ലെ, നമ്മുടെ ആൻട്രീഷ്യം, അതിലെ എന്താണ് ആ ആന്തറിൽ നിന്ന് അതിലെ പോളൻ ഗ്രെയിൻസ്, അതിലുണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ് എവിടേക്ക് വരാണ്? നമ്മുടെ ഗൈനീഷ്യത്തിന്റെ പരാഗണ സ്ഥലത്തോട്ട് വരാണ്, ആ സ്റ്റിഗ്മയിലോട്ട് വരാണ് അല്ലെ. ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ, നമ്മുടെ ആന്തറിന്റെ ഉള്ളിൽ കുഞ്ഞതായിട്ടുള്ള പൂമ്പൊടി പോലെയുള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു. അതെന്താണ് ഒരു പോളിനേറ്റിംഗ് ഏജന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്റ്റിഗ്മയിലോട്ട്, നമ്മുടെ പെൺലിംഗാവയവുമായിട്ടുള്ള ഗൈനീഷ്യത്തിന്റെ സ്റ്റിഗ്മയിലോട്ട് വരാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴത്തോട്ട് പോയിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് നമ്മുടെ ഒവ്യൂളിന്റെ അകത്തുള്ള അല്ലെ, ഓവറിയുടെ അകത്തുള്ള ഒവ്യൂളുമായിട്ടൊക്കെ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പുതിയൊരാള് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യനും റെഡി ആയല്ലേ? ഇനി എന്താണ് ചെമ്പരത്തി പൂ വരച്ച് അതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഡ്രോ ദ ഹൈബിസ്കസ് ഫ്ലവർ ആൻഡ് ലേബൽ ദെയർ പാർട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു പൂ നന്നായിട്ട് അടിപൊളിയായിട്ട് അതേപോലെ ഒരു പൂ നമ്മൾ വരച്ചു കൊടുക്കുക. അതിൽ എന്തൊക്കെയാ മക്കളെ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ പൂഞ്ഞെട്ട് എന്ന് പറയുന്നതാണ് പെഡീസൽ, അത് നമ്മൾ ഏറ്റവും അറ്റത്താണ് വരച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ എന്താണ് തലാമസ് ഉണ്ട്, അതേപോലെ കാലിക്സ് ഉണ്ട്, അതേപോലെ ആൺലിംഗാവയവം ഏതാണ്? ആൻഡ്രീഷ്യം ഉണ്ട്, പെൺലിംഗാവയവം ഗൈനീഷ്യം ഉണ്ട്, അതേപോലെ നല്ല ഭംഗിയുള്ള ഇതളുകൾ ഉണ്ട്, കൊറോളയുണ്ട്. അപ്പൊ കേസരപുടമുണ്ട്, കേസരപുടം നമ്മൾ വരയ്ക്കണം, അതേപോലെ ഗൈനീഷ്യം വരയ്ക്കണം, ഗൈനീഷ്യം ജനിപുടം വരയ്ക്കണം, നമ്മുടെ ഇതളുകൾ ദളം വരയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വിദളമുണ്ട്, വിദളം ഇവിടെ പച്ച കളറിൽ കാണുന്ന വിദളമുണ്ട്. പിന്നെ നമ്മുടെ പുഷ്പാസനമുണ്ട്, അതിന് ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടം നൽകുന്ന പുഷ്പാസനമുണ്ട്, തലാമസ് ഉണ്ട്, പെഡീസൽ ഉണ്ട്, പൂഞ്ഞെട്ടുണ്ട്. ഇത് നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലവർ ജസ്റ്റ് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഓരോന്നും രേഖപ്പെടുത്തി കൊടുക്കുക. ഇതാണ് പെഡീസൽ എന്ന് രേഖപ്പെടുത്താം. ഇത് നമ്മുടെ ഏതാ മക്കളെ? ഇത് നമ്മുടെ കാലിക്സ് ആണ് അല്ലെ, കാലിക്സ് അല്ലേ വരുന്നത്? യെസ്, കാലിക്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ തലാമസ്, അവിടെ ഇരിപ്പിടം കൊടുക്കുന്ന നമ്മുടെ തലാമസ് ഉണ്ട്. യെസ്, ഇത് നമ്മുടെ ആൻഡ്രീഷ്യമാണ്. ഇതെന്താണ്? ഗൈനീഷ്യമാണ്. ഇതെന്താണ്? കൊറോളയാണ്. അപ്പൊ നിങ്ങൾ ഇത് വരച്ച് തന്നെ പഠിക്കുക. നമുക്ക് എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ തന്നിട്ട് ഇതിന്റെ ഫംഗ്ഷൻ ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന് മക്കൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്രാവശ്യം. അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ലൈവുകളൊക്കെ വരുന്നുണ്ട്. മക്കൾ മാക്സിമം ലൈവിലെല്ലാം ജോയിൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ ഇതെല്ലാം പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.